എന്താണ് ഈ വിഷുവിന്റെ പ്രത്യേകത? വിഷുവും മനഃശാസ്ത്രവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒരു മനഃശാസ്ത്രജ്ഞ എന്താ വിഷുവുമായിട്ട് ബന്ധം? അതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വിഷുവും മനഃശാസ്ത്രവുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? വിഷു എന്നത് പുതുവർഷ പിറവിയായിട്ടാണ് മലയാളികൾ കാണുന്നത്. ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു എന്നുള്ളതല്ല, നമ്മൾ ഇന്നലെ വരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുമല്ല, ഇന്നു മുതൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, പുതുതായി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്തായിത്തീരുന്നു, ഇത് തന്നെയാണ് വിഷുവും ഓർമ്മിപ്പിക്കുന്നത്. പ്രതീകാത്മകമായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറച്ചാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത്, അല്ലെ? നാണയങ്ങളാണേലും നിറദീപമാണേലും കണിക്കുന്നയാണേലും എല്ലാത്തിനും ഒരു പോസിറ്റീവ് മയമാണ്, അല്ലെ? അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലും പകരണം എന്നുള്ളത് കൊണ്ടാണ് വിഷുവിനെ ആദ്യം കാണുന്നത് വിഷുക്കണി ആയിരിക്കണമെന്നും ആ വിഷുക്കണി ഇത്രയും പോസിറ്റിവിറ്റി നിറച്ചതായിരിക്കണമെന്നും പൂർവികർ തീരുമാനിച്ചത്. കാരണം നമ്മൾ ആദ്യം കാണുന്നതും ചിന്തിക്കുന്നതുമൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. പോസിറ്റീവ് ചിന്തകളോടെയാണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് അത്രയും ഊർജ്ജസ്വലനായിട്ടും അത്രയും പോസിറ്റീവായിട്ടും ജീവിക്കാൻ കഴിയും, ഇല്ലേ? നമ്മളെല്ലാവരും ആരാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീതയിൽ തന്നെ ഈ ഒരു ആശയം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഗീതോപദേശം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. തന്റെ മുന്നിൽ പിതാമഹന്മാർ നിരന്നു നിൽക്കുമ്പോൾ താൻ ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന വിദ്യകൾ അഭ്യസിച്ചിരുന്ന പിതാമഹന്മാർ ഗുരുക്കന്മാർ എല്ലാവരും എതിർദിശയിൽ നിരന്നപ്പോൾ, തനിക്കെതിരെ തന്റെ കുലത്തിനെതിരെ അണിനിരന്നപ്പോൾ എങ്ങനെ അവരെ ഉപദ്രവിക്കും, എങ്ങനെ അവരെ ഹനിക്കും എന്നതോർത്ത് ആശയക്കുഴപ്പത്തിലായ അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മോട്ടിവേറ്റ് ചെയ്തു. ക്ഷത്രിയ ധർമ്മം എന്താണെന്നും അദ്ദേഹത്തിന്റെ ജന്മനിയോഗം എന്താണെന്നും ഓർമ്മിപ്പിക്കുകയും അതിലൂടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റുകയും യുദ്ധം എന്തിനാണെന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് അർജുനനെ ആശയക്കുഴപ്പത്തിൽ നിന്ന് കരകയറ്റാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും മാറ്റി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ മുന്നിലുള്ള എന്ത് പ്രതിബന്ധങ്ങളാണേലും അതെല്ലാം തരണം ചെയ്യാനായിട്ട് ഈ ഒരു വർഷം സഹായിക്കട്ടെ. ഓരോ പുതിയ വർഷവും തുടങ്ങേണ്ടത് കലണ്ടറിലല്ല, നമ്മുടെ മനസ്സിലാണ്. ഇന്നലെ വരെ നാം എന്തായിരുന്നു എന്നുള്ളതല്ല, നാളെ മുതൽ നാം എന്തായി തുടങ്ങുമെന്നുള്ളത്, എന്തായി ജീവിക്കുമെന്നുള്ളത്, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നമ്മൾ നേരിട്ടാലും നമ്മൾ ജീവിക്കുക തന്നെ ചെയ്യും. ആത്മവിശ്വാസത്തോടെ, അതിലേറെ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ വഴിയും ഈ ലോകം നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കും. അപ്പോൾ വിഷുവും വിഷുക്കണിയും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായല്ലോ? ഗോൾ സെറ്റിംഗ്, ഫോർഗെറ്റിംഗ് ഇൻസെക്യൂരിറ്റീസ്, മാനേജിങ് ഒബ്സ്റ്റക്കിൾസ്, ഇതൊക്കെ തന്നെയാണ് വിഷുവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പുതിയ വർഷം. അപ്പോൾ ആദ്യം വിഷുവിനെ കണ്ണു തുറന്ന് നിങ്ങൾ കാണേണ്ടത് പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു വിഷുക്കണി ആയിരിക്കണം. എല്ലാ നന്മകളും നേരുന്നു.